പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വഴിയൊരുക്കുവാൻ വിളിക്കപ്പെട്ടവൻ്റെ വിളിച്ചു പറയലുകൾക്ക് എന്തൊരു കരുത്താണെന്ന് ഓർത്ത് അത്ഭുതപ്പെടുമായിരുന്നു. ഇന്ന് ആഗമനകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ വഴിയൊരുക്കാനായി നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്, ഒരു ജനതയ്ക്ക് മുൻപിൽ തീക്കാറ്റ് പോലെ ജ്വലിച്ചു വന്നത് വിശുദ്ധ സ്നാപക യോഹന്നാൻ. എന്തൊരു ശക്തിയായിരുന്നു അയാളുടെ വാക്കുകൾക്ക്. ക്രിസ്തുവിലേക്ക് മനുഷ്യരിങ്ങനെ എന്തായാലും തിരിഞ്ഞു പോകുന്ന വിധത്തിൽ, മാനസാന്തരപ്പെടാനായിട്ട് നിർബന്ധിക്കുന്ന വിധത്തിൽ അയാളിങ്ങനെ ശക്തമായ വാക്കുകളോടുകൂടെ, താക്കീതുകളോടുകൂടെ രക്ഷകനെ കാത്ത് ജീവിച്ചിരുന്ന ഒരു ജനത്തെ ഇങ്ങനെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഏലിയായുടെ തീക്ഷ്ണതയോടുകൂടെ അവൻ വരുമെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അതേ തീക്ഷ്ണത, എന്തൊരു ബലമായിരുന്നു അയാളുടെ വാക്കുകൾക്ക്. ചില വാക്കുകൾ ക്രിസ്തുവിലേക്ക് നമ്മളെ അടുപ്പിക്കുക മാത്രമല്ല, അവനോടിങ്ങനെ നിരന്തരം ചേർന്ന് നിൽക്കാനായിട്ട് നമ്മളെ നിർബന്ധിക്കും. അതായിരുന്നു വിശുദ്ധ സ്നാപക യോഹന്നാൻ. ഒരു നിമിഷം പോലും ഇങ്ങനെ ക്രിസ്തുവിൽ നിന്ന് അടർന്നു മാറാൻ പറ്റാത്ത വിധത്തിൽ, അവനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ അയാളുടെ വാക്കുകളും താക്കീതും നമ്മളെ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർത്ത് നിർത്തുന്നുണ്ട്. വിട്ടുപോകാനായിട്ട് പറ്റില്ല, വിട്ടുപോയാലും നാശമാണെന്ന് പറയണേ. അതാ പറഞ്ഞ വലിയ താക്കീതാണ് കൊടുക്കണതേ. വിശുദ്ധ സ്നാപക യോഹന്നാനെ കുറിച്ച് ഓർക്കുമ്പോൾ യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 21-ാമത്തെ തിരുവചനം ഓർമ്മ വരും. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിങ്ങൾക്ക് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കാം, ഇതാണ് വഴി, ഇതിലേ പോവുക. ഒരു കോംപ്രമൈസും ഇല്ല, ഇത് തന്നെയാണ് വഴി, ഇതിലേ പോവുക. ഇങ്ങനെ ഒരുപാട് പേര് നിരന്നു നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു മരപ്പണിക്കാരൻ തച്ചനെ നോക്കിയിട്ട് ഈ സ്നാപകൻ വിളിച്ചു പറയുന്നുണ്ട്, ദാ ഇവനാണ് ആള്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഇയാളെ ആരും കല്ലെറിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ബ്ലാസ്ഫെമിയാണെന്ന് പറയാതിരുന്നതുകൊണ്ടോ? ദൈവദൂഷണം പറയുന്നു എന്ന് പറയാതിരുന്നതുകൊണ്ടാണ്? കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അയാളുടെ വാക്കുകൾക്ക് അത്ര ആർജവത്വം ഉണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. നേരിട്ട് കണ്ട് പറയുന്ന ഒരാളുടെ ആ ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. കർത്താവിന് വേണ്ടിയിട്ട് സംസാരിച്ചു തുടങ്ങുന്ന ഒരു മനുഷ്യൻ. പണ്ടൊരു സിനിമ ഡയലോഗ് കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനിയാണെങ്കിൽ ചാറിയാ പോരാ, മഴയാണെങ്കിൽ ചാറിയാ പോരാ, പെയ്യണം, ഇടിച്ചു കുത്തി പെയ്യണം. ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വെറുതെ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം എന്നുള്ള രീതിയിലല്ലല്ലോ സംസാരിക്കണ്ടേ. അവന് വേണ്ടി നിലപാടെടുക്കാനായിട്ടുള്ള കരുത്തുണ്ടാവണം. ചില വീട്ടിൽ നിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അപ്പനും അമ്മയൊക്കെ വരും. എന്നിട്ട് ഈ മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും പറയും. എന്നുവെച്ചാൽ അവനായിട്ടൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ മോളായിട്ടൊന്ന് സംസാരിക്കണം. പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്, വെച്ചാൽ ഞാൻ പറഞ്ഞതാണെന്ന് പറയരുത്, ഞങ്ങൾ പറഞ്ഞെന്ന് പറയരുത്. പേടിയാണ് ഈ മക്കളെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടാൻ നേരത്ത് ഇവരുടെ ഒരു ധൈര്യത്തോടു കൂടെയുള്ളൊരു സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ മക്കളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോകുന്നത്? കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അതിനുള്ള കരുത്തുണ്ടാവണമെന്ന്. സ്നാപക യോഹന്നാൻ്റെ ഉദ്ദേശം വലിയ ഗുരുവാകുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല. ചില എഴുത്തുകളിലൊക്കെ വായിക്കുന്നത് പോലെ ഈ മനുഷ്യനൊരു കിളിക്കൂട് കണക്ക്. അതിനകത്ത് ഈ കുഞ്ഞുങ്ങൾ സ്ഥിരമായിട്ടിരുന്ന് ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ആയിരിക്കാൻ ഇയാൾ സമ്മതിക്കില്ല. ഒരു കഴുകൻ കൂടുലയ്ക്കുന്ന കാര്യങ്ങളൊക്കെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മരത്തിൻ്റെ അങ്ങേ അറ്റത്തെ കൊമ്പിൽ കൊണ്ടുപോയി കൂട് വെച്ചിട്ട് മുട്ട വിരിയുന്ന നേരത്ത് ഒരിത്തിരി പറക്കാനാവുമെന്ന് തോന്നുന്നൊരു നേരത്ത് കഴുകൻ തൻ്റെ കൂടുലയ്ക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെ അമ്മയെ ചീത്ത പറഞ്ഞിട്ടാണ് ശരിക്കും താഴേക്ക് വീഴുന്നത്, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് പതിയെ വേറെ വഴിയൊന്നുമില്ലാതെ വരുമ്പോൾ ഈറ്റുങ്ങൾ ഇങ്ങനെ ചിറകടിക്കാൻ തുടങ്ങും. എന്നിട്ട് വീണു പോകുന്നു തോന്നുന്ന നേരത്ത് അമ്മയുടെ ചിറകുകൾ ഇവരെ രക്ഷിക്കാനായിട്ടുണ്ട്. വീണ്ടും കൂട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നു, എന്നിട്ട് കൂടിലേക്കുന്നു, വീണ്ടും വീഴ്ത്തുന്നു. 2-3 തവണ ആയിക്കഴിയുമ്പോൾ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഈറ്റുങ്ങൾ പറക്കാൻ തുടങ്ങുന്നു. സ്നാപക യോഹന്നാൻ ഒരാളെയും തന്നോട് ചേർത്ത് നിർത്തിയിട്ടില്ല. തൻ്റെ കൂടെ വന്ന ശിഷ്യന്മാരോട് പോലും പറയും, അവൻ്റെ പിന്നാലെ പോകണം. ക്രിസ്തുവിലേക്ക് മനുഷ്യരെ നയിക്കാനായിട്ട് ഈ മനുഷ്യൻ അത്രയ്ക്ക് എഫേർട്ട് എടുത്തായിരുന്നു. തൻ്റെ കൂടെ ആരും വേണ്ട, എനിക്ക് വലിയ ഗുരുവാവണ്ട, നേരെ മറിച്ച് ഞാൻ ശബ്ദമാണ്, അവനിലേക്ക്
മനുഷ്യരെ നയിക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദത്തിന് കാഠിന്യം കൂടുന്നെന്നോ തീക്ഷ്ണത കൂടുതലാണെന്നോ അഗ്നി ജ്വലിക്കുന്നെന്നോ അത് ഞങ്ങളെ പൊള്ളിക്കുന്നെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിളിച്ചു പറയലാണിത്. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇന്ന് വിശുദ്ധ അംബ്രോസ് മെത്രാൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. വിശുദ്ധ അഗസ്തീനോസ് എന്ന് പറയുന്ന തിരുസഭാ പണ്ഡിതനെ കത്തോലിക്ക സഭയ്ക്ക് കിട്ടാൻ കാരണമായത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. നിരന്തരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ, ഉദ്ബോധനങ്ങൾ. വിശുദ്ധ അംബ്രോസ് കരുത്തനായിട്ടുള്ള ഒരു വാഗ്മിയായിരുന്നേ. ഈ അന്നത്തെ കിങ്കരന്മാർ വന്നിട്ട് അൾത്താര ഉപേക്ഷിച്ച് പോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ അൾത്താരയിൽ കിടന്ന് മരിച്ചാലും നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് മാറ്റാൻ പറ്റില്ല. കൊറോണയുടെ സമയത്തൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വരുന്നുണ്ട്. എന്തായാലും ഞാനിവിടെ ബലിയർപ്പിക്കും എന്നാണ് പറയണേ. നിങ്ങൾ ആരെന്ത് ചെയ്താലും ഞാൻ ബലിയർപ്പിക്കും. കർത്താവിന് വേണ്ടി നിലപാടെടുക്കുന്ന, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചിരുന്ന, ഈശോയ്ക്ക് വേണ്ടി തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചിരുന്ന ഒരു വിശുദ്ധൻ. നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് എലിയായോട് ചോദിക്കുമ്പോൾ, കർത്താവെ ഞാൻ അങ്ങയുടെ നാമത്തെ പ്രതി ജ്വലിക്കുകയാണെന്ന് പറയണേ. ജ്വലിക്കുകയാണ്. ഈ ജ്വലനമാണ് ഇന്നത്തെ രണ്ടാമത്തെ ആഗമനകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മളിൽ നിന്ന് ആവശ്യപ്പെടണേ. നമ്മളുടെ ഒരുക്കങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചു. നമ്മൾ മാത്രം ഒരുങ്ങിയാൽ പോരല്ലോ. കൂടെയുള്ളവർ അകന്ന് പോയിട്ടുണ്ടെങ്കിൽ, വഴി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റായ വഴിയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ ഇനി ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചില ശാഠ്യങ്ങൾ ആവശ്യമാണ്. ചില നിർബന്ധപൂർവമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. ചില വളരെ ഇങ്ങനെ ശുദ്ധീകരിക്കുന്ന വിധത്തിലുള്ള അഗ്നി ജ്വലിക്കുന്ന താക്കീതുകൾ ആവശ്യമാണ്. കർത്താവേ, അതിന് ഞങ്ങളെ സഹായിക്കണമേ. ഒരാളുടെ മുൻപിലും ഇങ്ങനെ അത് പേടിയില്ലാതെ, ഭയപ്പെട്ടിരിക്കാതെ നിനക്ക് വേണ്ടി ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയാനായിട്ടുള്ള, തെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള സ്നേഹത്തോടെ നിനക്ക് വേണ്ടി നിലകൊള്ളാനായിട്ടുള്ള കൃപ തരണമേ എന്ന പ്രാർത്ഥനയോട് അവിടുത്തെ വലിയ ശക്തി, ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ തീക്ഷ്ണതയുടെ ആ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന അപേക്ഷയോടെ കർത്താവിൻ്റെ ആശീർവാദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് മറ്റ് വിശ്വാസത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് ഒരു മകളോട് പറയുന്ന അപ്പനെ ഓർമ്മയുണ്ട്. അയാളെടുത്ത സ്റ്റാൻഡ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൻ്റെ ഒരുപാട് ഡിബേറ്റ്സും ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ഉറപ്പായിരുന്നു ക്രിസ്തുവിന് വേണ്ടി തീക്ഷ്ണമായ ചില നിലപാടുകൾ എടുത്തേ പറ്റുള്ളൂ എന്ന്. അയാൾ ശരിയായിരുന്നേ. ക്രിസ്തുവിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള നിർബന്ധപൂർവമായിട്ടുള്ള ചില ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ട് എത്രയോ പേരാണ് അവനിൽ നിന്ന് വിട്ടുപോകുന്നത്. പലരിൽ ഒരാളായിട്ട് ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കുന്നത്. തമ്പുരാനെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടും നിന്നെ വിളിച്ചു പറയാനായിട്ടുള്ള തീക്ഷ്ണത കൊണ്ടും ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണേ എന്ന പ്രാർത്ഥനയോടെ ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.